വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ ശക്തരൊന്നുമല്ല. മഞ്ചേശ്വരത്തെ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഞങ്ങൾ LDFും UDFും ഒരുമിച്ചിരുന്നു. ഞങ്ങൾ ആലോചിച്ചു എന്ത് വില കൊടുത്തും ഒരു പോരാട്ടത്തിലൂടെ ഇത് ചെറുത്ത് തോൽപ്പിക്കും. ആ പോരാട്ടത്തിൻ്റെ അത്യുജ്വല വിജയമാണ്. ഒരു ജനകീയ സമരം കൂടി വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് കുമ്പള ആരിക്കാടി ടോൾ വിരുദ്ധ സമരസമിതി നിരന്തര സമരത്തിലൂടെ നേടിയെടുത്ത ഒരു വിജയത്തിൻ്റെ സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. AK മഷ്റഫ് MLA നേതൃത്വം നൽകിയ ആക്ഷൻ കമ്മിറ്റി, അതിൽ CPMൻ്റെ ഏരിയ സെക്രട്ടറി സുബൈർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിരന്തരമായി രാപ്പകൽ സമരം നടത്തി അതിൻ്റെ ഒരു വിജയം, ആ വിജയത്തിൻ്റെ ഒരു സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു വിജയത്തിലേക്ക് എത്താനാവും എന്നൊരു പ്രതീക്ഷ ഈ സമരത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. തീർച്ചയായും മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാവരുടെയും സുബൈർ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പൊതുജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് സമരം നടത്തിയ ആളുകളാണ്. ആ നഷ്ടങ്ങളും നേട്ടങ്ങളും ഞങ്ങൾക്ക് സമരമുഖത്ത് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള സമരമുഖത്ത്. പക്ഷേ ഇത് സത്യത്തിന് ഞങ്ങളുടെയൊക്കെ മഞ്ചേശ്വരത്ത് അന്യായമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാർ ഒരു ടോൾ ബൂത്ത് കൊണ്ടുവന്നപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു അതിനൊന്നും അനക്കാൻ പോലും കഴിയില്ല. ഒന്നത് കേന്ദ്ര സർക്കാരാണ്, അവർ തീരുമാനിച്ചു കഴിഞ്ഞു, അവർ വലിയ മാഫിയാണ്. അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ ശക്തരൊന്നുമല്ല. മഞ്ചേശ്വരത്തെ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഞങ്ങൾ LDFും UDFും ഒരുമിച്ചിരുന്നു. ഞങ്ങൾ ആലോചിച്ചു എന്ത് വില കൊടുത്തും ഒരു പോരാട്ടത്തിലൂടെ ഇത് ചെറുത്ത് തോൽപ്പിക്കും. ആ പോരാട്ടത്തിൻ്റെ അത്യുജ്വല വിജയമാണ്. ഞങ്ങളിപ്പോഴും ഇന്ന് ഈ സന്തോഷം പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമില്ല. കാരണം ഈ സമരമുഖത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജൻ ഇർഷാദ് സബ് ജയിലിലാണ്. ഞങ്ങൾ മടങ്ങിപ്പോകുന്ന അങ്ങോട്ടേക്കാണ്. ഞങ്ങളുടെ ഫൈസലും ഞങ്ങളുടെ നാസറും റിമാൻഡായി. ഇനിയും കുറച്ച് ആളുകളൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്ത കാരണം കൊണ്ട് ഈ രീതിയിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. ഒരു കാര്യം, BJP ആദ്യത്തെ ആക്ഷൻ കമ്മിറ്റിയിൽ പങ്കെടുത്തു. പിന്നീട് അവർ കള്ളനും പോലീസും കളിച്ചു. അവർക്കറിയാം ഇത് റദ്ദാക്കാൻ കഴിയില്ല, ഈ സമരം വിജയിക്കില്ല. സമരത്തെ എത്ര പ്രാവശ്യം അവർ കളിയാക്കി. ഇന്ന് ഞങ്ങൾ പറയുന്നൊരു കാര്യം, കാസർഗോഡ് ജില്ല പിറവിക്ക് ശേഷം മഞ്ചേശ്വരത്തെ LDFിൻ്റെയും UDFും അതല്ലാത്ത കുറേ ആളുകൾ, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ, ഞങ്ങളുടെ ഒരു ഒറ്റക്കെട്ടായ പോരാട്ടത്തിൻ്റെ വിജയമാണ്. ഇവിടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ട്. സത്യത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റ മോട്ടോയോ ഉണ്ടായിരുന്നു, എന്തായാലും ഈ ടോള് റദ്ദ് ചെയ്യിപ്പിക്കണം. ഇന്നലെ ഞങ്ങൾക്കത് അറിയാം, കോടതി വിധിയിൽ തന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ആ വിധി വരുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുമെന്നൊരു അവസ്ഥയിലായിരുന്നു. കോടതി വിധിക്ക് മുമ്പേ കേന്ദ്രത്തിന് റദ്ദ് ചെയ്യേണ്ട വന്നു. ഇത് മഞ്ചേശ്വരം കാസർകോട്ടെ ജനങ്ങളുടെ വിജയമാണ്. BJP നേതാക്കളാണ് ഇത് ആദ്യമായി അവരുടെ സമൂഹ മാധ്യമം വഴി പുറത്തുവിട്ടത്. അവർ അതേ സമയത്ത് തന്നെ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി. BJP ഈ വിഷയത്തിൽ തുടക്കത്തിൽ സമരരംഗത്ത് ഇല്ലാതിരുന്നതിൻ്റെ ഒരു നഷ്ടം നികത്താനുള്ള ഒരു ശ്രമമായിരുന്നു അത്. തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഈ ഒരു സമരമുഖത്ത് നിന്ന് മാറി നിന്നപ്പോൾ അവരുടെ ലീഡേഴ്സിന് BJPക്കാർക്കിടയിൽ വലിയ ബ്ലെയിം വന്നു. ഇപ്പം ഞങ്ങളെ തന്നെ ഒരുപാട് BJPക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ BJP ലീഡേഴ്സാണ്, നിങ്ങളുടെ സമരത്തിൻ്റെ കൂടെയാണ്, പ്രാർത്ഥനയുണ്ട്, പിന്തുണയുണ്ട്. പലരും പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായി ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചിരുന്നു. BJP പ്രതിസ്ഥാനത്തേക്ക് പോകുന്നു, സമരം വിജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരൊരു നാടകം ഷൊട്ടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. തീർച്ചയായും ഇതിൻ്റെ ഒരു ഓർഡർ ഇനി വരണം, ഉച്ചയോടുകൂടി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ജനങ്ങളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാവുമോ BJPയെ സംബന്ധിച്ചോളം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം, അതിനുശേഷം ഇത് വീണ്ടും പുനരാരംഭിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഒരു ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത്തരം ഒരു സാധ്യത ഉണ്ടാവുമോ? ആക്ഷൻ കമ്മിറ്റി എങ്ങനെയായിരിക്കും, ഏത് ജാഗ്രതയോടുകൂടിയായിരിക്കും ഇത് പരിഹരിക്കുക? തീർച്ചയായും ഞങ്ങൾക്കും അങ്ങനെ ഒരു ആശങ്ക ഇല്ലാതില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓർഡർ കയ്യിലൊന്ന് കിട്ടിയ ഉടനെ ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ്. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രാമാറ്റിക്കലായിട്ടുള്ള ഒരു ഗെയിം ഇതിലുണ്ടെങ്കിൽ തീർച്ചയായും ആ സമയത്ത് ഞങ്ങളതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ സജ്ജരായി ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവിടെ താൽക്കാലിക ടോള് തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ MLA ഉൾപ്പെടെയുള്ള നേതാക്കളെ ആകെയും സൂചിപ്പിച്ചത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ വിജയം അവർ നടത്തിയ മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ജനങ്ങൾ നിരന്തരമായി നടത്തിയ സമരത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ഈ ടോൾ നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഈ ടോൾ ഇനി അവസാനിക്കുന്നത് വരെ അത് പുനരാരംഭിക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ അതും ജാഗ്രതയോടുകൂടി ചെറുക്കാൻ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാവും എന്ന് നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.